സൗഹൃദ കൂട്ടായ്മയിൽ അശോകനാണ് കേന്ദ്ര കഥാപാത്രം. ചിരിയും പാട്ടും. പക്ഷെ അശോകൻ ചിരിപ്പിക്കുമെങ്കിൽ പോലും അശോകൻ്റെ പാട്ടുകൾക്കെല്ലാം ഒരു കണ്ണുനീർ സ്പർശമുണ്ട്. കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ചു. അതാണ് അശോകൻ്റെ സ്ഥിരം പാട്ടെന്ന് ഒരാളിനോട് പറഞ്ഞത്. ഹൃദയവാഹിനിയായിരുന്നു സ്ഥിരം. ഹൃദയവാഹിനി. അത് ഒന്ന് തുടങ്ങിയാൽ നമുക്കൊന്ന് പിടിച്ചാലോ? എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വേറെ സംഭവം ഉണ്ട്, അത് പറയാൻ പറ്റില്ല, പറയാതിരിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ അമേരിക്ക പ്രോഗ്രാമിന് ചെന്നപ്പോൾ ഡാലസിൽ യേശുദാസിൻ്റെ ദാസേൻ്റെ വീട്ടിൽ ചെന്നു. ദാസേൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ദാസൻ അവിടെ നിന്ന് കാപ്പിയൊക്കെ കുടിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു ഇതല്ലേ വന്നോ പോട്ടെ. ദാസേട്ടനോട് പറഞ്ഞപ്പോൾ ദാസേട്ടൻ ആ പാൻറ് ഷർട്ട് ഇട്ടത് പുറത്തുനിന്ന് വന്നിട്ട് ദാസേട്ടൻ എനിക്ക് 2 ഫോട്ടോ എടുക്കണം ദാസേട്ടൻ, എൻ്റെ പുതിയ വീട്ടിൽ വെക്കാനാണ്, എൻ്റെ വീട് പണിയുണ്ടായിരുന്നു അവിടെ വെക്കാനാണെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പോയിട്ട് എൻ്റെ യൂണിഫോം ഇട്ടിട്ടും വരാമെന്ന് പറഞ്ഞ് പുള്ളി പോയി ജുബ്ബയും മുണ്ടൊക്കെ എടുത്ത് വന്നിട്ട് ആ പോവാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് പുള്ളി എഴുന്നേറ്റ് പോകുമ്പോൾ തിരിച്ച് നിന്നിട്ട് പറഞ്ഞു, മലയാള സിനിമയിൽ പാടാനറിയാവുന്ന ഒരാളാണ് അശോകൻ. അത് ഞാൻ കൈരളിയുടെ പരിപാടി എന്തോ നമ്മുടെ ബോൾഗാട്ടിൽ വെച്ചുണ്ടായപ്പോൾ ഞാൻ പാടി, അപ്പോൾ അത് കീപ്പ് ചെയ്യണം. ഓക്കെ, അത് വീണ്ടും പറഞ്ഞു. അതൊരു ആരോ വായിന്ന കേൾക്കണത് ദാസാറിന്. അത് കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ പാടുക. അതാണ് തൊണ്ട ഇപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന്. ഹൃദയവാഹി കലക്കി അശോക. അശോകൻ പാടിയെന്ന് അറിയോ? അതിൽ കംപ്ലീറ്റ് ലയിച്ചുകൊണ്ടാണ് പാടി. അതെ, നല്ല ഫീലുള്ളൊരു പാട്ടാണത്. അതെ, എല്ലാ പാട്ടിനും അതിൻ്റെ ഫീലുണ്ട്. പക്ഷെ അതിൽ അശോകൻ അത് ആ ഫീൽ ചെയ്ത് തന്നെ അങ്ങോട്ട് പാടി. എൻ്റെ അടുത്ത അനുപല്ലവിയൊക്കെ അതുപോലെ തന്നെ ഭയങ്കര അർത്ഥമുള്ള അച്ഛനാ മേരിവിൽ. പഴയ പാട്ടുകളാണ് അശോകൻ ഇഷ്ടമല്ലേ? അല്ല, എനിക്ക് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. എല്ലാ നല്ല പാട്ടുകൾ. പുതിയ ന്യൂ ജനറേഷനിൽപ്പെട്ട പുതിയ പാട്ടുകൾ നല്ലത് കുറേ ഉണ്ട്. അടിപൊളി പാട്ടുകളോടൊന്നും എല്ലാം ഇഷ്ടമാണ്. നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുന്ന ആളല്ല, എല്ലാത്തിനും ഇഷ്ടപ്പെടുക എന്നുള്ളത്. അതിൻ്റെ അകത്തുള്ള കലയുടെ സൗന്ദര്യം ആസ്വദിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിട്ട്. അതാണ് ഒരു കലാകാരൻ്റെ സമ്പൂർണ്ണത. താങ്ക് യു.